ഹായ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ നോക്കിയത് ഒരു യൂണിഫോംലി ചാർജ് റിങ്, അത് അതിൻ്റെ ആക്സിസിലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. ഇനി ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ പൊതുവെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻസ് വരച്ചിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. മൈക്കൽ ഫാരഡേ അദ്ദേഹമാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണുവാൻ സാധിക്കില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാനേ പറ്റൂ. ഒരു ചാർജ് വെച്ചിട്ട് ആ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാനേ പറ്റുള്ളൂ, അല്ല നമുക്കത് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ, ഭാവാത്മകമായി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈക്കൽ ഫാരഡേ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു മെത്തേഡാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനകത്തെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, അപ്പോൾ പൊതുവേ നമുക്ക് അറിയാവുന്നതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളൊരു യൂണിഫോം ഫീൽഡ്, അപ്പോൾ പലപ്പോഴും നമ്മൾ യൂണിഫോം ഫീൽഡ് എന്ന് പറയുമ്പോൾ പാരലൽ ലൈൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇപ്പം ഞാൻ ഇങ്ങനെ ലൈൻസ് വരച്ചാൽ, ഇപ്പോൾ ഇവർ മൂന്നുപേരും പാരലൽ ലൈൻസാണ്. രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് അത് ആ സ്ഥലത്തെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ സൂചനയാണ്. രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അപ്പം ഇൻറ്റൻസിറ്റി കൂടിയെടുത്ത് ലൈൻസ് അടുത്തടുത്ത് വരും. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ ലൈൻസ് അടുത്തടുത്ത് വരും, ഇൻറ്റൻസിറ്റി കുറവാണെങ്കിൽ ലൈൻസ് തമ്മിൽ നല്ല ദൂരം കാണും. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടിയെടുത്ത് ലൈൻസ് അടുത്തടുത്ത് വരും. അപ്പോൾ ഇതിൽ യൂണിഫോം ഫീൽഡ് എന്ന് പറയുമ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം ഫീൽഡ് എന്ന് പറയുമ്പോൾ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കണം. ഏതൊരു പോയിന്റ് നോക്കിയാലും ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കണം. അപ്പം ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെങ്കിൽ ഈ ലൈൻസിനിടയ്ക്കുള്ള ദൂരത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓക്കെ, പക്ഷേ ഇവിടെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് എ ഫീൽഡ് വിത്ത് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണിത്. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ വേരിയബിളാണ്. അതുകൊണ്ട് ഇതിനെ യൂണിഫോം ഫീൽഡ് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ യൂണിഫോം ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് വെറും പാരലൽ ലൈൻസ് ആയ പോരാ, ഇറ്റ് മസ്റ്റ് ബി സ്ട്രെയിറ്റ് ഈക്വലി സ്പേസ്ഡ് പാരലൽ ലൈൻസ്. ഈക്വൽ സ്പേസിംഗ് ഉള്ള സ്ട്രെയിറ്റ് പാരലൽ ലൈൻസ്, അതാണ് യൂണിഫോം ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പം ഫീൽഡ് ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണിക്കുന്നത് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഒരു ചാർജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന, കാരണം ഒരു പോസിറ്റീവ് ചാർജ് എടുത്താൽ ഫീൽഡ് ലൈൻസ് ചാർജിൽ നിന്ന് പുറത്തേക്കാണ്, നെഗറ്റീവ് ചാർജ് ആകുമ്പം ആ ചാർജിനുള്ളിലേക്കാണ് ഫീൽഡ് ലൈൻസ് വരുന്നത്. അപ്പം പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അപ്പോൾ ഒരു ചാർജിലേക്ക് വന്ന് കയറുന്ന ലൈൻസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഒരു ചാർജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ലൈൻസിൻ്റെ എണ്ണം, അത് ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഒരു അളവാണ്, മെഷറാണ്. ഈക്വൽ ആണെന്നല്ല പറയുന്നത്, ഒരു മെഷറാണ്. ഒരു ചാർജിന് മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങുന്ന ലൈൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, 5 കൂളംബുള്ള ഒരു ചാർജിൽ നിന്ന് 8 ലൈൻസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 10 കൂളംബുള്ള ഒരു ചാർജിൽ നിന്ന് നമ്മൾ 16 ലൈൻസ് വരയ്ക്കണം. ഒരു Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ്, Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ്, Q1 പോസിറ്റീവ്, Q2 നെഗറ്റീവ്. അപ്പം Q1ൽ നിന്ന് Q2ലേക്ക് ലൈൻസ് പോകുന്നു, Q1ൽ നിന്ന് Q2ലേക്ക് ലൈൻസ് പോകുന്നു. Q1 പോസിറ്റീവ് ആയതുകൊണ്ട് അതിൽ നിന്ന് ലൈൻസ് പുറത്തേക്ക് വരും. Q2 നെഗറ്റീവ് ആയതുകൊണ്ട് ലൈൻസ് അതിന് ഉള്ളിലേക്ക് വന്ന് കയറും. അപ്പോൾ നമ്മൾ നോക്കിയാൽ Q1ന് ചുറ്റുമുള്ള ലൈൻസ് 1 2 3 4 5 6 7 8 9 9 ലൈൻസ് ഉണ്ട് Q1ന് ചുറ്റും. Q2ന് ചുറ്റും 1 2 3 4 5 6.
Q1 നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് 9 ലൈൻസും പക്ഷേ Q2 വന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് 6 ലൈൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചാർജിൻ്റെ റേഷ്യോ എടുത്താൽ Q1 by Q2 ചാർജിൻ്റെ റേഷ്യോ എടുത്താൽ ദാറ്റ് ഈസ് 9/6 വിച്ച് ഈസ് ഈക്വൽ ടു 3/2. ചാർജിൻ്റെ അളവ് എത്രയാണെന്ന് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് അതിൻ്റെ റേഷ്യോ പറയാൻ പറ്റും. അപ്പോൾ ഓർത്തോണം, ഒരു ചാർജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ചാർജിലേക്ക് വന്ന് അവസാനിക്കുന്ന ലൈൻസിൻ്റെ എണ്ണം കാണിക്കുന്നത് ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയാണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ്. അതേപോലെ ഒരു യൂണിഫോം ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു യൂണിഫോം ഫീൽഡ്, ഇതിനകത്ത് ഞാനൊരു ക്യൂ ചാർജിനെ വെച്ചു. ഈ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു യൂണിഫോം ഫീൽഡിനകത്ത് ഞാനൊരു ക്യൂ ചാർജിനെ വെച്ചു. അപ്പം നമുക്കറിയാം ഈ ഇൻറ്റൻസിറ്റി ഉള്ള യൂണിഫോം ഫീൽഡിൽ ഒരു ക്യൂ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ഈക്വൽ ടു QE ആണ്. ഈ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ഫീൽഡിനകത്ത് ഒരു ക്യൂ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് F ഈക്വൽ ടു QE ആണ്. അപ്പം ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ സൈൻ പ്ലസ് വരും. അപ്പം ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. അതായത് ഒരു പോസിറ്റീവ് ചാർജിന് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ഫോഴ്സ് അനുഭവപ്പെടും. ഫോർ എ പോസിറ്റീവ് ചാർജ് ഇറ്റ് എക്സ്പീരിയൻസസ് ഫോഴ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. നേരെ മറിച്ച് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ മൈനസ് വരും, ക്യൂ നെഗറ്റീവ് ആവും, മൈനസ് വരും. അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ചാർജിന് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും ചാർജിന് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അതായത് ഇതിപ്പോൾ ഒരു മൈനസ് ക്യൂ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫോഴ്സ് അനുഭവപ്പെടുന്നത്. സോ ഒരു പ്രോട്ടോണിന് എലോങ് ദ ഫീൽഡ് ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ ഒരു ഇലക്ട്രോണിന് എഗൻസ്റ്റ് ദ ഫീൽഡാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഒരു പ്രോട്ടോണിനെ നമ്മൾ ഫീൽഡിൽ ഫ്രീ ആക്കി വിട്ടാൽ ആ പ്രോട്ടോൺ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇലക്ട്രോണിനെ ഒരു ഫീൽഡിൽ നമ്മൾ ഫ്രീ ആക്കി വിട്ടാൽ ആ ഇലക്ട്രോൺ ഫീൽഡിനെതിരെ ആക്സിലറേറ്റ് ചെയ്ത് മൂവ് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പൊതു കാര്യങ്ങളാണ്. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വെച്ചോളുക. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ഡൈപോൾ എന്ന പേരിൽ തന്നെയുണ്ട് രണ്ട് പോൾസ്. രണ്ട് പോൾസ് എന്ന് പറയുമ്പം ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. ഡൈപോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. അപ്പോൾ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് -Q + Q. Two equal and opposite charge separated by a distance. That's called a dipole. So what is a dipole? Two equal and opposite charge separated by a distance. അപ്പോൾ ഡൈപോൾ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ദൂരം അതിനെ ഡൈപോൾ ലെങ്ത് എന്ന് പറയും. നമുക്കതിനെ 2L എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു നീളം എന്ന് പറയുമ്പോൾ L എന്ന് എടുത്താൽ മതി. അത് 2L എന്നെടുക്കുന്നതിന് നമുക്കൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. പിന്നീട് ഡെറിവേഷൻസ് ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ഷൻ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെ പ്രത്യേകം അല്ലാതെ വേറെ സയൻറ്റിഫിക് റീസൺസ് ഒന്നുമില്ല. അപ്പോൾ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് -Q ആൻഡ് +Q സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, ദാറ്റ്സ് എ ഡൈപോൾ. അതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡൈപോൾ ലെങ്ത് എന്ന് പറയും. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ദൂരം ഡൈപോൾ ലെങ്ത്. ഡൈപോളിൻ്റെ നീളം ഒരു വെക്റ്ററാണ്. ഡൈപോൾ ലെങ്ത് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഡൈപോൾ ലെങ്ത് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഇനി ഒരു ഡൈപോളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡൈപോൾ മൊമെൻ്റ് വെച്ചിട്ടാണ്. ഏതൊരു ഡൈപോളിനും ഒരു മൊമെൻ്റ് ഉണ്ട്. ഡൈപോൾ മൊമെൻ്റ് ഡിനോട്ടഡ് ബൈ P. ഡൈപോൾ മൊമെൻ്റ് ഡിനോട്ടഡ് ബൈ P. ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജ്. ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. അപ്പോൾ ഡൈപോൾ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ -Q നിന്ന് +Qയിലേക്കാണ്. അതേ ഡയറക്ഷനാണ് ഡൈപോൾ മൊമെൻറ്റ്. സോ ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഈസ് ഫ്രം -Q to +Q. ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഈസ് ഫ്രം -Q to +Q. ഫീൽഡ് ലൈൻസ് +Qയിൽ നിന്ന് -Qയിലേക്കാണ് വരുന്നത്. പക്ഷേ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ -Qയിൽ നിന്ന് +Qയിലേക്കാണ്.
സോ ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. ഡൈപോൾ ലെങ്ത് ഒരു വെക്ടറാണ്. മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കാണ് ഡയറക്ഷൻ. ഡൈപോൾ മൊമെൻറ്റ് SI യൂണിറ്റ്, ചാർജ് കൂളമ്പ്, ഡൈപോൾ ലെങ്ത് മീറ്റർ, കൂളമ്പ് മീറ്റർ, SI യൂണിറ്റ്, കൂളമ്പ് മീറ്റർ. സോ ഇതിനെയാണ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പെട്ടെന്ന് നമുക്ക് ഒരു മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഇങ്ങനെ സ്പേസിലിരുന്നാൽ ഇവർക്കിടയിൽ അട്രാക്ഷൻ വരും, ഓട്ടോമാറ്റിക്കലി ഇവർ അടുത്തേക്ക് വരും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. അപ്പോൾ ഓർക്കുക, പ്രപഞ്ചത്തിൽ ഇങ്ങനെ ചുമ്മാ ശൂന്യാകാശത്ത് ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ അകന്നിരിക്കുക, അങ്ങനെ ഒരു ഡൈപോൾ ഉണ്ട്, അങ്ങനെ അല്ല. അപ്പോൾ നമ്മളിത് ചില ഡൈപോളിൻ്റെ ബേസിക്സ് പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഡൈപോളിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കുകയാണ്. ആക്ച്വൽ ഡൈപോൾസ് എന്നൊക്കെ പറയുമ്പോൾ അത് സംഭവിക്കുന്നത് മോളിക്യൂൾസിനകത്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പോളാർ മോളിക്യൂൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. പോളാർ മോളിക്യൂൾ, വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ. ഇപ്പോൾ H2O സ്ട്രക്ചർ എടുത്താൽ എങ്ങനെ വരും? OH ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരും. അപ്പോൾ അതിൽ O2 മൈനസ് ആണ്, H പ്ലസ്. അപ്പോൾ മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് ഒരു ഡൈപോൾ മൊമെൻറ്റ് P1, മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് ഒരു ഡൈപോൾ മൊമെൻറ്റ് P1. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ ഡൈപോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടി, അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ഐഡിയൽ ഡൈപോൾസിനെ എടുത്ത് നമ്മൾ പഠിക്കുന്നത്. സോ വാട്ട് ഈസ് എ ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇതാണ് ഡൈപോളിൻ്റെ ബേസിക് കാര്യം. ഇനി ഡൈപോൾ ഉണ്ടാക്കുന്ന ഫീൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.